നമ്മുടെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ ആയുസ്സിലേക്ക് ഒരു ദിവസം കൂടെ ദാനമായി കിട്ടിയതിനെ ഓർത്ത് നന്ദിയോടെ നമുക്ക് ദിവസം ആരംഭിക്കാം. ഒരു നന്ദി നിറഞ്ഞ മനസ്സ് എല്ലാ കാര്യത്തിലും ഉണ്ടാകുമ്പോൾ നാം അറിയാതെ തന്നെ നമ്മുടെ ശരീരത്തിൽ പോലും ജീവിതത്തിലും എല്ലാം വലിയൊരു ധന്യത നമുക്ക് അനുഭവപ്പെടും. ആ ധന്യത കാത്തു സൂക്ഷിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും നമ്മൾ ആരാണ് എന്ന് നമുക്കൊരു തിരിച്ചറിവുണ്ടാവണം. നമ്മൾ ആരാണ് എന്നൊരു തിരിച്ചറിവുണ്ടായി കഴിയുമ്പോൾ നമ്മുടെ പരിമിതികൾ ഒക്കെ നമുക്ക് ബോധ്യമാവും. രണ്ടാമത് നമുക്കുണ്ടാവേണ്ട അറിവ് നമ്മൾ ആരായി തീരണം എന്നുള്ള നമ്മുടെ ആഗ്രഹമാണ്. നമ്മൾ ആരായി തീരണം എന്നുള്ളൊരു ആഗ്രഹം നമ്മുടെ മനസ്സിലുള്ളപ്പോൾ ആ ആരായി തീരണം എന്നുള്ള ലക്ഷ്യത്തിന് അനുസൃതമായിട്ടുള്ളത് കാര്യങ്ങളിൽ മാത്രം നാം വ്യാപൃതരാകും. അതിന് തടസ്സമായി വരാൻ സാധ്യതയുള്ള എല്ലാത്തിൽ നിന്നും നമ്മൾ മാറി നിൽക്കുകയും ചെയ്യും. ഈവൻ നമ്മുടെ കൂട്ടുകാരെ പോലും നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തിക്കാൻ സാധ്യതയുള്ള കൂട്ടുകാരുടെ കൂടെ കൂടും, അല്ലാത്തവരെ നമ്മൾ മാറ്റി നിർത്തും. അത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ സ്റ്റോയിക് ഫിലോസഫി 2500 കൊല്ലങ്ങൾക്ക് മുമ്പ് ചിന്തിച്ചു തുടങ്ങിയതല്ലേ. നോ ഫസ്റ്റ് ഹു യു ആർ ആൻഡ് ദെൻ അഡോൺ യുവർ സെൽഫ് അക്കോർഡിംഗ്. നീ ആരാണെന്ന് ആദ്യമേ നീ അറിയണം, അതനുസരിച്ച് നിന്റെ ജീവിതത്തിൽ നിനക്ക് കൊണ്ടുനടക്കാൻ പറ്റും. ഫസ്റ്റ് സേ ടു യുവർ സെൽഫ് വാട്ട് യു വാണ്ട് ടു ബി ഓർ വാട്ട് യു വുഡ് ബി, ദെൻ ഡു വാട്ട് യു ഹാവ് ടു ഡു. അതുപോലെ തന്നെ the key to success is to keep company only with the people who uplift you. അപ്പം ഇതെല്ലാം നമുക്ക് മനോഹരമായ മുത്തുമണികളാണ് ജീവിതത്തിൻ്റെ വിജയത്തിൽ. ഈ പ്രാചീന തത്വചിന്തകളിലൊക്കെ ഇപ്രകാരം വലിയ രത്നങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അവയൊക്കെ വളരെ വിലപിടിപ്പോടെ കാത്തു സൂക്ഷിച്ചിരുന്ന ഒരു കൂട്ടം മനുഷ്യരുണ്ടായിരുന്നു. അവരെല്ലാം ചരിത്രത്തിൽ ഇടം പിടിച്ച വലിയ മഹാന്മാരുമായിരുന്നു. പക്ഷെ പിന്നീട് ജീവിതത്തിൻ്റെ നമ്മുടെ പ്രാധാന്യങ്ങൾ മാറിപ്പോയി, പ്രിഫറൻസസ് മാറിപ്പോയി. അതുകൊണ്ട് പിന്നെ തത്വചിന്ത എന്നതിൻ്റെ സ്ഥാനത്ത് പ്രായോഗിക ചിന്തകൾ വന്നു ചേർന്നു. പ്രായോഗിക ചിന്തകൾ വന്നു ചേർന്നപ്പോൾ നമുക്ക് വാല്യൂവിനേക്കായി കൂടുതലായിട്ട് വാല്യൂബിൾസായി പ്രധാനപ്പെട്ടത് ചിന്ത മാറി വിലപിടിപ്പുള്ള ചില വസ്തുക്കളിലേക്കോ വ്യക്തികളിലേക്കോ ഒക്കെ നമ്മുടെ ഷിഫ്റ്റ് ചെയ്തു. ഒരു പാരഡൈം ഷിഫ്റ്റ് വന്നു. അവിടെയാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച പലപ്പോഴും പലരുടെയും ജീവിതത്തിൽ സംഭവിച്ച ദുരന്തം. നേരെ മറിച്ച് എന്തുമാത്രം വാല്യൂബിൾസൊക്കെ ജീവിതത്തിലൂടെ കടന്നു പോയാലും വിലപിടിപ്പുള്ള വാല്യൂ മൂല്യമുള്ള ആ ഒരു ജീവിതത്തെ നഷ്ടപ്പെടുത്താതെ നമുക്ക് കൊണ്ടു നടക്കാൻ കഴിഞ്ഞാൽ ജീവിതം വിജയിക്കും. അതിന് വളരെ പ്രധാനപ്പെട്ടതാണ് അവനവൻ ആരാണെന്നുള്ള തിരിച്ചറിവ്, അവനവൻ ആരായി തീരണമെന്നുള്ള ഒരു തിരിച്ചറിവ്. താൻ ആരായി തീരണമെന്നുള്ള തിരിച്ചറിവ്. ആ തിരിച്ചറിവ് ഉണ്ടായി കഴിഞ്ഞാൽ ആ തിരിച്ചറിവിന് അനുസൃതമായിട്ടുള്ള ജീവിത ശൈലി തിരഞ്ഞെടുക്കുക എന്നുള്ളത്. അതായത് അതിനെതിരായി വരുന്ന എല്ലാത്തിൽ നിന്ന് മാറി നിൽക്കുക, അവയ്ക്ക് ഉപകരിക്കുന്നവയോട് ചേർന്ന് നിൽക്കുക. കൂട്ടുകാരെ പോലും നമ്മെ ഉയർത്തുന്ന കൂട്ടുകാരെ കൂടെ നിർത്തുക, നമ്മളെ തളർത്തുന്ന കൂട്ടുകാരെ മാറ്റി നിർത്തുക. അതിൽ തന്നെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള പാതയ്ക്ക് വളരെ വളരെ വിലപ്പെട്ടതാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.